ഹായ്, ഗുഡ് ഈവനിങ്. ഒരു വീക്കെൻഡൊക്കെ അല്ലേ, നമുക്കൊരു വീക്കെൻഡ് ഔട്ടിങ്ങും ഒരു ബുഫേ ഡിന്നറൊക്കെ ആയിട്ട് അബുദാബി ഫെയർമോൺ ഹോട്ടലിലേക്കൊന്ന് പോയാലോ. നമ്മളിവിടെ താമസിക്കുന്ന അബുദാബി ഖലീഫ സിറ്റിയിലാണ്. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. നമുക്ക് പുറപ്പെടാം. ഇപ്പോൾ ക്ലൈമറ്റെല്ലാം അബുദാബിയിൽ നല്ല കംഫർട്ടബിൾ, നല്ല ഒത്തിരി ചൂടൊന്നുമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് ആണ്. നമ്മൾ ഫെയർമോൺ ഹോട്ടലിലെത്തി. നമ്മൾ ഹോട്ടലിൽ ചെന്ന് കയറുന്ന ഭാഗത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ നാച്ചുറൽ ഓർക്കിഡ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ആർട്ടിഫിഷ്യലാണെന്ന് വിചാരിച്ചത്, പക്ഷേ തൊട്ട് നോക്കിയപ്പോഴാണ് എല്ലാം നാച്ചുറലാണ്. അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴാണ് എല്ലാം ഒരു പേർപ്പിൾ കളറിലുള്ള ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഞാൻ കുറേ നേരം അവിടെ നിന്ന് അതന്നെ കണ്ടു. നിങ്ങൾക്ക് എന്തായാലും കണ്ടാലും ഇഷ്ടമാവും. അതിനുശേഷം നമ്മൾ അതേ ഫ്ലോറിൽ തന്നെ നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ അവരുടെ പൂൾസും ക്രീക്കൊക്കെ ആയിട്ടൊരു ഏരിയ ഉണ്ട്. നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മളങ്ങോട്ട് കിടന്നപ്പോൾ തന്നെ നല്ലൊരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അവരുടെ ഫൗണ്ടൻസും പൂൾസും പിന്നെ ബീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ക്രീക്കിലോട്ട് വ്യൂ ഉള്ള നല്ലൊരു ഏരിയ. അവിടെ നിന്ന് നമുക്ക് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലും നമ്മുടെ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെയൊക്കെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ നല്ല കാറ്റും ഒത്തിരി ചൂടൊന്നും ഇല്ലാതെ ശരിക്കും നല്ലൊരു റിലാക്സിങ് വ്യൂ ആണ്. നമുക്കൊരു വൈകുന്നേരമൊക്കെ പോയിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു മൈൻഡ് ബ്ലോയിങ് ഏരിയ. ഈവനിങ് ആയതുകൊണ്ടും പിന്നെ കുട്ടികളൊന്നും പോന്നിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്രീക്കിലേക്കൊന്നും ഇറങ്ങിയില്ല. കണ്ടില്ലേ, ഷെയ്ഖ് സായിദ് മോസ്കൊക്കെ നമുക്ക് ആ ഒരു സൺസെറ്റ് സ്കൈയുടെ ഇതിലെ വ്യൂവിൽ കാണുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. അപ്പോഴേക്കും സൺസെറ്റായി. ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി പേർപ്പിൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. നമ്മളങ്ങനെ പുറത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ബീച്ചേഴ്സിലൊക്കെ ഇരുന്നിട്ട് സൺസെറ്റ് ആയപ്പോഴേക്കും നമ്മൾ അകത്തോട്ട് പോരുക. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ, കുറേ മോഡേൺ ആർട്ടിൻ്റെ പിക്ചേഴ്സൊക്കെ ഡിസ്പ്ലേ വാളിൽ വെച്ചിരുന്നു, വാൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാതും കാണാൻ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴേക്കും നമുക്ക് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 7 കഴിഞ്ഞതുകൊണ്ട്. പിന്നെ അവരവിടെ പഴയ മോഡൽ ടെലിഫോൺസ് എല്ലാം കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ പഴയ മൂവിയിലൊക്കെ കണ്ട പോലെയുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ മോഡൽസ്. ഇത് പഴയ അയൺ ബോക്സിൻ്റെ മോഡൽസാണ്. എല്ലാം കാണാൻ വളരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള മോഡൽസ് അല്ലേ. നമ്മുടെ പഴയ കനലൊക്കെ ഇട്ടിട്ടുള്ള അയൺ ബോക്സിൻ്റെ മോഡൽസ്. പിന്നെ ഇത് പഴയ ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ മോഡൽസും കണ്ടു. ഇതൊക്കെ കാണാൻ നല്ല ഒരു ക്യൂരിയോസിറ്റി തോന്നിയിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ മോഡൽസ് ഡിസ്പ്ലേ ചെയ്തിരുന്നു അവർ. ഓരോന്നിൻ്റെ പുതിയ മോഡൽ ഇവോൾവ് ചെയ്ത് വന്നതിൻ്റെ പിറകിലുള്ള ഓരോന്ന് കാണുമ്പോഴേ ഇത് പഴയ തയ്യൽ മെഷീൻ്റെ മോഡൽസും കുറേ കാണിച്ചിരുന്നു. കുറേ ഡിസ്പ്ലേഡ് ആയിരുന്നു അവിടെ. തയ്യൽ മെഷീന് കുറേയൊക്കെ നമ്മുടെ പുതിയ തയ്യൽ മെഷീൻസിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ പഴയ സ്പീക്കേഴ്സിൻ്റെ കുറേ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് കണ്ടു. നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസിക് കാറ് ഹോട്ടലിനകത്ത് തന്നെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ കുട്ടികൾക്കിരുന്ന് ആടാനുള്ള കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബുഫേ റെഡിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബുഫേയുടെ ഐറ്റംസ് എന്ന്. ഇത് സ്റ്റീംഡ് റൈസ് ഉണ്ടായിരുന്നു,
നമ്മുടെ സാധാ സ്റ്റീം റൈസ്. പിന്നെ ബിരിയാണി ഇത്തിരി ഒരു ഇന്ത്യൻ ഫ്ലേവർ, ഇത്തിരി സ്പൈസും ഒക്കെ ആയിരുന്നു, രസമുണ്ടായിരുന്നു ശരിക്കും ചിക്കൻ ബിരിയാണി. പിന്നെ അവരുടെ മീറ്റ്, ഇത് ബീഫ് ഇൻ മഷ്റൂം സോസ് ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മീറ്റ് ബോൾസ് ആണ് വിത്ത് പർമിസാൻ സോസ്, നന്നായിരുന്നു, അതും ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഇത് പൊട്ടറ്റോ വെറുതെ ഫ്രൈ ചെയ്തെടുത്താണ്. നമ്മുടെ ഇന്ത്യൻ മസാല സ്റ്റൈലായിരുന്നു, കുറച്ച് എരിവും ഒരു പെപ്പർ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. സാൽമൺ ആണ് ഇത്, ബേക്ക്ഡ് സാൽമൺ ഇൻ ലെമൺ ബട്ടർ സോസ്. ഇത് നമ്മുടെ ലസാന, വെജിറ്റബിൾ ലസാന, പിന്നെ മിക്സ്ഡ് അറബിക് ഗ്രിൽസ് ആയിരുന്നു. മിക്സ്ഡ് അറബിക് ഗ്രിൽസ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അവർ പലതരം ബ്രെഡ്സ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് ബ്രെഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സലാഡിൻ്റെ നല്ല ഡിഫറെൻറ്റ് വെറൈറ്റി, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ചീസ്, മിക്സ്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഒലീവ്സ് ഒക്കെ ആയിട്ട്. അറബ്സിന് സലാഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പം നല്ല അറേഞ്ച്മെൻറ്റൊക്കെ നന്നായിരുന്നു. ടൊമാറ്റോ എല്ലാം നല്ല റൈപ്പ് ടൊമാറ്റോ മാർജിനിൽ വെച്ച് നന്നായിരുന്നു. സലാഡ്സ് ഞാൻ നന്നായിട്ട് കഴിച്ചു. ഫത്തോ, അറബിക് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത അവരുടെ ഒത്തിരി സലാഡ്സ് ഉണ്ട്, അവരുടെ ഡെയിലി ഡിഷിൻ്റെ പാർട്ടായിട്ടുള്ള തബൂളയൊക്കെ. പിന്നെ ഹുമ്മൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല നമ്മൾ ഏത് ചിക്കനൊക്കെ ആണെങ്കിലും നമുക്കതിൻ്റെ ഫ്ലേവറൊന്നും ഇഷ്ടമായില്ലെങ്കിൽ ഹുമ്മൂസിലൊന്ന് ഡിപ്പ് ചെയ്താൽ പിന്നെ കഴിക്കാം. സ്വീറ്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു, പേസ്ട്രീസ് ആയിരുന്നു കാര്യമായിട്ട്. സ്ട്രോബെറി, പൈനാപ്പിൾ, ചോക്ലേറ്റ്, മാംഗോ, ഒത്തിരി ഫ്ലേവേർഡ് പേസ്ട്രീസ്. പിന്നെ ചോക്ലേറ്റ് മൗസ് ഉണ്ടായിരുന്നു, നല്ല റൈപ്പായിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ വാനില ക്രീം കേക്കൊക്കെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു എല്ലാം. പിന്നെ അറബ്സിൻ്റെ ഏത് ഡിന്നർ, ഏത് മീലാണെങ്കിലും അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്വീറ്റാണ് ഓം ആലി. നല്ല ഹോട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്കതിൻ്റെ റെസിപ്പി ഒരു വീഡിയോയിൽ കാണാം. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഇതിലാണ്. നല്ലൊരു ഈവനിങ്, നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ലൊരു ബുഫേ ഡിന്നറും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ.